കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോളിൻ്റെ ഒരരിപ്പിറാവ് എന്ന മനോഹരമായ കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കവിയെപ്പറ്റി അല്പം ചെറുതായിട്ടൊന്ന് നമുക്ക് പരിചയപ്പെടാം. ആശയഗംഭീരൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, മഹാകവികൾ 3 പേർ എന്ന് പറയുന്ന ആ ശ്ലോകത്തിലെ കവിതയുടെ ശബ്ദ സൗകുമാര്യം കൊണ്ടും ശ്ലോകരചനയിലെ നിഷ്കർഷ കൊണ്ടും പ്രസിദ്ധനായ വള്ളത്തോൾ നാരായണ മേനോൻ 1878 ഒക്ടോബർ 16 തിരൂരിലാണ് ജനിച്ചത്. അച്ഛൻ കടുങ്ങോട്ടുമല്ലിശ്ശേരി ദാമോദരൻ ഇളയതാണ്. അമ്മ കുട്ടിപ്പാറു അമ്മ. ഗുരുകുല സമ്പ്രദായത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. വാര്യമ്പറമ്പിൽ കുഞ്ഞൻ നായരുടെ ശിക്ഷണത്തിൽ ആദ്യം സംസ്കൃതം പഠിച്ചു. പിന്നീട് സ്വന്തം അമ്മാമനായിട്ടുള്ള വള്ളത്തോൾ രാമുണ്ണി മേനോൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ സംസ്കൃതവും പിന്നെ അഷ്ടാംഗഹൃദയം തുടങ്ങി അന്നത്തെ സമ്പ്രദായത്തിലുള്ള പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് അവിടെ കൂടി. 1901 വന്നേരി ചിറ്റഴി വീട്ടിൽ മാധവിയമ്മ അവരെ വിവാഹം കഴിച്ചു. 1905 മുതൽ 10 വരെ കൽപ്പദ്രുമം പ്രസ്സിൽ ജോലി നോക്കുകയുണ്ടായി. വാൽമീകി രാമായണം, ഋഗ്വേദം, മാതംഗലീല, പത്മപുരാണം, മത്സ്യപുരാണം, ഊരുഭംഗം, മധ്യമവ്യായോഗം, സ്വപ്നവാസവദത്തം തുടങ്ങി പല കൃതികൾക്കും അദ്ദേഹം തർജ്ജമകൾ തയ്യാറാക്കി. അതിനിടയിൽ അദ്ദേഹത്തിന് ചെറുതായി ഒരു രോഗം പിടിപെട്ടു. അതിൽ ചെവി തീരെ കേൾക്കാൻ വയ്യ എന്നുള്ളൊരു മട്ടായി. 1908 ബഹിരവിലാപം എന്ന കവിത സ്വാനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 1913 ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതോടുകൂടി അദ്ദേഹം മഹാകവി എന്ന പേരിൽ പ്രസിദ്ധനായി. മലയാള കവിതയിലെ മണിപ്രവാളം, ചമ്പു എന്നീ കാലഘട്ടം കഴിഞ്ഞ് വെൺമണി പ്രസ്ഥാനം, അക്കാലത്താണ് വള്ളത്തോൾ കവിത എഴുതാൻ തുടങ്ങിയത്. അപ്പം ആദ്യം അതേ ചൂട് പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതാ രീതി. പിന്നീട് അദ്ദേഹം വള്ളത്തോൾ കളരിയിലൂടെ മുന്നേറി കേവലം പുരാണ കഥകളും കൽപ്പിത കഥകളും അല്ലാതെ കണ്ട് പുതിയ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണല്ലോ കവിത്രയത്തിൻ്റെ ഒരു മാറ്റം വരുത്തിയത് നവോത്ഥാന പ്രസ്ഥാനത്തിൽ. അതിൽ ഇദ്ദേഹം ധാരാളം മുന്നോട്ട് പോയി. മാത്രമല്ല സാഹിത്യമഞ്ജരി, അത് 11 ഭാഗങ്ങളുണ്ട്. അത് എഴുതി തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം ഭാരതീയ സാഹിത്യ ശില്പികളിൽ അഗ്രഗണ്യസ്ഥാനത്തെത്തി. 1948 അദ്ദേഹം ആസ്ഥാന കവിയായി അവരോധിക്കപ്പെട്ടു. 1955 പത്മഭൂഷൺ ബഹുമതി അദ്ദേഹത്തെ തേടി വന്നു. 1958 മാർച്ച് 12 വള്ളത്തോൾ ദിവംഗതനായി. മഹാകവിയുടെ ഇത്രയും ലഘുവായിട്ടുള്ള ഒരു ചരിത്രം കേട്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഒരരിപ്പിറാവ് എന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ കവിതയിലേക്ക് കടക്കാം. മഹാകവി വള്ളത്തോൾ 1914 ആണ് ഒരരിപ്പിറാവ് എന്ന ഈ മനോഹരമായ കവിത എഴുതിയത്. അതിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം. പുലർകാലമെനിക്കു പുണ്യമിന്നുജ്വല തേജസ്സുമോമനപ്യറാവേ
ഉലകിൽ പ്രിയദർശനൻ ഭവാൻ എന്നിളയോപാന്തമലങ്കരിച്ചുവല്ലോ. ഉജ്ജ്വല തേജസ്സും ഓമനപ്പിറാവേ, ഇന്ന് പുലർകാലം എനിക്ക് പുണ്യം. ഉലകിൽ പ്രിയദർശനൻ ഭവാൻ എന്നിലയോപാന്തം അലങ്കരിച്ചുവല്ലോ എന്ന് അന്വയം പറയാം. എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് ശീർഷകത്തിൽ നിന്ന് തന്നെ ഒരു സൂചന കിട്ടണം. അങ്ങനെയാവണം ശീർഷകം തിരഞ്ഞെടുക്കേണ്ടത്. അത് ഇതിൽ നിന്ന് ഒരു അരിപ്പിറാവിനെ പറ്റിയാണ് നമുക്ക് ഊഹിക്കാൻ പറ്റും. പിന്നെ നാന്ദീപദ്യം കൊണ്ട് കഥാസൂചന കൊടുക്കുക എന്നൊരു ശിഷ്ടാചാരം കവികൾ പണ്ട് മുതൽക്കേ ചെയ്തു വരുന്നതാണ്. 5 Ws and 1 H എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ മലയാളത്തിൽ 5 Aയും 1 ആയും. അതേതൊക്കെയാ? ആര്, എന്ത്, എവിടെ, എപ്പോൾ, എന്തിന്, ഏതു വിധം എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ ഏതൊരു സംഗതി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഈ 1-ാം ശ്ലോകത്തിൽ ഈ ചോദ്യങ്ങളുടെ ഏതിനൊക്കെ ഉത്തരം കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇന്ന് പുലർകാലം എനിക്ക് പുണ്യം എന്നാണ് പിറാവിനെ സംബോധന ചെയ്തുകൊണ്ട് കവി പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ആര് ആരോടാണ് എപ്പോഴാണ് പറയുന്നത് എന്ന് സുവ്യക്തമായി. ഉജ്ജ്വലം എന്നാൽ അധികം പ്രകാശിക്കുന്നത് എന്നാണല്ലോ അർത്ഥം. തേജസ് എന്നാൽ ഭംഗി, കീർത്തി, പ്രഭാവം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഉജ്ജ്വല തേജസ് അതായത് അധികം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭംഗി, അതായത് പ്രഭാവം, എഴും പറഞ്ഞ ഉള്ള, ഓമന എന്നാൽ വാത്സല്യഭാജനം, താലോലിക്കത്തക്കത് എന്നൊക്കെ അർത്ഥം. അപ്പം അധികം പ്രകാശിക്കുന്നതും ഭംഗിയുള്ളതും താലോലിക്കത്തക്കതുമായ പിറാവേ എന്നാണ് കവി പിറാവിനെ വിശേഷിപ്പിച്ചത്. ഇതിൽ നിന്ന് ഏതു വിധത്തിലുള്ള പ്രാവാണ് എന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല കവി തുടർന്ന് പറയുകയാണ് ഉലകിൽ പ്രിയദർശനൻ ഭവാൻ എന്ന്. അതായത് ലോകത്തിൽ കാണാൻ കൊള്ളാവുന്നവൻ, ലോകത്തിൽ എവിടെ ഇരുന്നാലും ആ ദർശനം കൊണ്ട് പ്രിയം ജനിപ്പിക്കുന്നവൻ ആണ് പിറാവ് അർത്ഥം. ചില നല്ല തേജസ്സുള്ള ആൾക്കാരെ എത്തിയാൽ ആ ദിക്കിന് തന്നെ ശോഭ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൂടും. അതുപോലെ പിറാവേ ഭവാൻ എൻ നിലയോപാന്തം, എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലം, അതായത് വീട്ടുമുറ്റം എന്നർത്ഥം, അതിനെ അലങ്കരിച്ചുവല്ലോ, മൂടി പിടിപ്പിച്ചുവല്ലോ എന്നാണ് കവി പറയുന്നത്. ഇതിലെ അലങ്കരിച്ചു എന്ന് പറഞ്ഞാലും ക്രിയ പൂർത്തിയാവും. അല്ലോ എന്ന വാക്ക് അവസാനത്തിൽ കൂട്ടിച്ചേർത്താൽ അത് നിശ്ചയാർത്ഥകം ആയിട്ടാണ് പ്രയോഗിക്കുക. അതായത് ഉറപ്പാണെന്നർത്ഥം. അപ്പോൾ അലങ്കരിച്ചു എന്നുള്ളത് ഉറപ്പായി എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ അത് അനുസ്മരണവും നന്ദിസൂചകവും ആണ് ആ വാക്കെന്നർത്ഥം. അപ്പോൾ ഇത്രയും നല്ല ഒരു കണി പ്രഭാതത്തിൽ കാണിച്ചു തന്ന തൻ്റെ ഗ്രഹത്തിൻ്റെ മുറ്റത്തിൻ്റെ ശോഭ വളർത്തിയതിന് കവി നന്ദി പറയും പോലെയാണ് പറയുന്നതെന്നർത്ഥം. കണി നന്നായാൽ ആ ദിവസം മുഴുവന് നന്നായി എന്നാണല്ലോ വിശ്വാസം. ചുരുക്കത്തിൽ ഈ കവിത എഴുതിയ ദിവസം പുലർകാലത്ത് കണി കണ്ടെത്ത് മുറ്റത്തെ തൻ്റെ സാന്നിധ്യത്താൽ അലങ്കരിച്ച ഒരു അഴകുള്ള അരിപ്പിറാവിനെയാണ് എന്നർത്ഥം. ലോകത്തിൽ എവിടെ ഇരുന്നാലും അതിനഴകുണ്ട്. പക്ഷെ ഇന്ന് തൻ്റെ വീട്ടുമുറ്റം പ്രകാശമാനമാക്കാൻ വേണ്ടി വന്ന പ്രാവിനെ നന്ദിപൂർവ്വം വരവേൽക്കുകയാണ് കവി ചെയ്യുന്നത്. ആര് ആരോട് എപ്പോൾ എന്തിനു പറയുന്നു എന്ന കാര്യങ്ങൾ കവി ആദ്യ ശ്ലോകത്തിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു.
ഇത് ഒരു ഉത്തമമായ നാന്ദി ശ്ലോകമാണ്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പുലർകാലമെനിക്കു പുണ്യമിന്നുജ്വല തേജസ്സുമോമനപ്പിറാവേ, ഉലകിൽ പ്രിയദർശനൻ ഭവാൻ എന്നിലയോപാന്തമലങ്കരിച്ചുവല്ലോ. ഈ കവിതയില് അവസാനത്തെ ഒരു ശ്ലോകമൊഴിച്ച് ബാക്കിയൊക്കെ വസന്തമാലിക എന്ന അർത്ഥ സമവൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണം വിഷമേ സസജം ഗഗം സമത്തിൽ സഭരേഫം യ വസന്തമാലികയ്ക്ക് എന്നാണ്. അതായത് 1, 3 വരികളിൽ വിഷമം, അതാണ് സ സ ജ എന്ന 3 ഗണങ്ങളും പിന്നെ 2 ഗുരു, അപ്പോൾ 9, 2, 11 അക്ഷരം. പിന്നെ 2, 4 വരികളിൽ സ ഭ ര യ എന്നീ ഗണങ്ങൾ, അപ്പോൾ 4, 3, 12 അക്ഷരം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെച്ചാൽ വൃത്തമഞ്ജരി നോക്കുക. ഇതിൽ സജാതീയ ദ്വിതീയ അക്ഷരപ്രാസമുണ്ട്. വള്ളത്തോൾ പൊതുവെ എല്ലാ ശ്ലോകങ്ങളിലും പ്രാസം ദീക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ 5 Ws and 1 H എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതിന് അതിന് പ്രസിദ്ധ കവിയായുള്ള റഡിയാർഡ് കിപ്ലിംഗ് എഴുതിയ കവിതയും ഓർമ്മിക്കത്തക്കതാണ്. അതും കൂടി ചൊല്ലിക്കൊണ്ട് ഈ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ വിവരണം അവസാനിപ്പിക്കാം. I keep 6 honest serving men, they taught me all I knew. Their names are what and why and when and how and where and who. ബാക്കി അടുത്ത ദിവസമാകട്ടെ. എല്ലാവർക്കും നമസ്കാരം.